എവിടെയാ? ഞാൻ കുറെ നേരം ഇവിടെ ഇരിക്കുന്നു. ഇനി നീ വന്നില്ലേ എന്റെ വീട്ടിൽ? ഞാനിവിടെ എത്തി. എന്നിട്ട് എവിടെ? നീ ഒന്ന് തിരിഞ്ഞു നോക്കി. ജിത്തു If she ain't got a butt, fucking get a toy. Yeah, you just wanna party, you just wanna lap dance, you just wanna pop up on these times like you the Batman, you just wanna butt up. ഇത്രയും ദിവസം എവിടെയായിരുന്നു? 2 ദിവസം വന്ന് പോയതാ, ഒരാഴ്ചയായി പോയിട്ട്. ഒരു മോഡല് 2 ദിവസം കഴിയുമ്പേ വരത്തുള്ളൂ. അന്ന് പിന്നെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് ഡയറക്ടർ. ഞാൻ എന്ത് ചെയ്യാനാ? ഫോൺ വിളിച്ചിട്ട് എടുക്കത്തൂല. അന്ന് പിന്നെ മെസ്സേജ് റിപ്ലൈ തരാം, അതുമില്ല. റേഞ്ച് ഇല്ലാത്തൊരു കാട്ടിലായിരുന്നു ഷൂട്ടിങ്. ഞാൻ എന്ത് ചെയ്യാനാ? എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടൊക്കെ? സൂപ്പർ. കോളേജിലെ ഫെയർവെല്ലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതും സൂപ്പർ. എന്നാ പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചോളൂ. പിന്നെന്താ? ചേച്ചിയാ, കാണാത്തോണ്ട് വിളിക്കുന്നതായിരിക്കും. ഹലോ ചേച്ചി. ആ ചേച്ചി, ഞാനിപ്പോൾ എത്തും. ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ നേരം ഇരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് എത്താട്ടോ. ഞാൻ പോവാ, കുറേ നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. പിന്നെ എപ്പോഴാണ് നിനക്ക് കല്യാണം വേണ്ടത്? നിനക്ക് വയസ്സ് എത്രയാണെന്ന് വല്ല ബോധമുണ്ടോ? എന്തൊരു കഷ്ടം. അല്ലേലും അങ്ങനെയാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മൂടി പോയി വാതിലടയ്ക്കും. നിങ്ങൾക്കൊന്നും പറയാനില്ലേ മനുഷ്യ? ഞാൻ എന്നാ പറയാനാ? അവൾക്ക് ഇഷ്ടമുള്ളപ്പോ കേട്ടെ. എന്താ പിന്നെ മക്കള് 2 മൂത്ത് നിറച്ച് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ അവള് കേൾക്കും. അതെങ്ങനെയാ ഒന്ന് പറഞ്ഞ്. ഇളയ മോക്ക് എത്ര വയസ്സായെന്നറിയോ? നമുക്ക് അവള് മാത്രമല്ല ഉള്ളൂ. ഞാൻ അവളോട് സംസാരിക്കാം. മോളെ, അച്ഛനാണ്. വാതിൽ തുറക്ക്. മോളെ ഇഷു. മോളെ, അമ്മ പറയുന്നതിലും കാര്യമില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കി. ജോയുടെ കാര്യം കൂടി ഓർക്കണ്ടേ? ഇപ്പൊ തന്നെ നിനക്ക് വയസ്സ് 28.
നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നീ നന്നായി ആലോചിക്കുക. അമ്മയ്ക്ക് നിന്റെ കല്യാണം കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ഈ പറയുന്നത് എനിക്ക് വേണ്ടിയാ. ഓൻ നന്നായി ഒന്ന് ആലോചിച്ചു. എവിടെ പോയിട്ട് ഇതുവരെ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ? എന്നത്തെ പോലെ തന്നെ ഇവിടെ മഴക്കായിരുന്നു ഇന്ന്. കല്യാണ വിഷയമാണോ? അത് തന്നെ. നിന്റെ ചേച്ചിക്ക് ഇനി വല്ല ബോയ് ഫ്രണ്ട് ഉണ്ടോ? അതാണോ കല്യാണത്തിൽ സമ്മതിക്കാത്തത്? ഞാനും അമ്മയും പിന്നാലെ ചേച്ചിയുടെ കയ്യിലുണ്ടോന്ന് ചോദിച്ചത്. ആരുമില്ല. പിന്നെന്താ നിന്റെ ചേച്ചിയുടെ പ്രശ്നം? ഞാനും അമ്മയും പിന്നാലെ ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടോ ചേച്ചി? അതില്ല, ഇൻട്രസ്റ്റ് ഇല്ല. കല്യാണത്തിന് ഇൻട്രസ്റ്റേ ഇല്ലെന്നാ പറയുന്നത്. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാ. അമ്മ എത്ര ആലോചന കൊണ്ടുവന്നു അറിയോ? ഒരെണ്ണവും വേണ്ട. നിന്റെ ചേട്ടനോ? എന്റെ ചേട്ടൻ തന്നെ. എടാ, എനിക്ക് തോന്നുന്നു നിന്റെ ചേട്ടനും എന്റെ ചേച്ചി ഒരു മൈൻഡ് സെറ്റാണ്. മൈക്ക് സെറ്റാ? അതെന്താ? മൈക്ക് സെറ്റ് അല്ലടാ പൊട്ട, മൈൻഡ് സെറ്റ്. രണ്ടുപേർക്കും ഒരുപോലത്തെ ചിന്താഗതിയാണ്. ഓ അങ്ങനെ. അതിനിപ്പോ എന്താ? എടാ, നമുക്ക് അവരെ ഒന്നിപ്പിച്ചാലോന്ന്. അവരൊരേ ചിന്താഗതിയല്ലേ? ഒരേ ചിന്താഗതിയുള്ള ആൾക്കാർ ഒന്നിക്കുമ്പോൾ നല്ലതല്ലേ?